ഹലോ മാവേ, എന്ത് ചെയ്യാ ഇവിടെ? ഇതെന്ത് ചെയ്തേക്കണ പൊന്നോ? കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ. ക്രാഫ്റ്റ് ചെയ്തതാ പൊന്ന? ഇതെങ്ങനെ ചെയ്തേ? ആദ്യം തന്നെ നമ്മുടെ ഇങ്ങനത്തെ ഒരു മാസ്ക് കട്ട് ചെയ്തിട്ട് കുറച്ചു നേരം വെച്ചിട്ട് നമ്മുടെ ഗ്രീന് ബേസ് ഉണ്ടാക്കിയല്ലേ? ഗ്രീൻ ഇതുണ്ടാക്കിയിട്ടേ ഇങ്ങനെ പരത്തും. ഇത് വെച്ച് പരത്തിയിട്ട് ഇവിടേക്ക് മുകളിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഇവിടെ എക്സ്ട്രാ വരെ അവിടെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മുടെ പൂ ഉണ്ടാക്കാൻ അത്ര സിമ്പിളാണ്. പച്ച കളർ എടുക്കുക എന്ന് പറഞ്ഞാൽ വൈറ്റ് പച്ച എടുത്തിട്ട് നമ്മുടെ ഒരു ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇങ്ങനെ പോലെ ആക്കി കൊടുത്തിട്ട് കുഞ്ഞിത് മതിയായിരുന്നു. അത് കാരണം നമ്മുടെ റെഡ് പിങ്ക് ആയാലും മതി. റെഡ് എടുത്തിട്ട് ഇങ്ങനെ പരത്തും. ഇങ്ങനെ പരത്തിയിട്ട് മുകളിലേക്ക് ഈ മഞ്ഞ വെച്ച് കൊടുക്കും. കുഞ്ഞിതാണ്ട് ഇത്രയും മഞ്ഞ മതി. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഞാൻ ഈ കളറ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇത് മാച്ചല്ല. അത് കാരണം പച്ച എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു. ഇത് ഈ ബ്രൗണും കൂട്ടിയിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് അപ്പോഴാണ് ഈ കളർ കിട്ടിയത്. ഈ കളർ കിട്ടിയപ്പോൾ അതേനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഈ കളർ എന്നിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ട് ഇത് ഈ പച്ച കളറില്ലേ, പച്ച കളറ് എന്ന് പറഞ്ഞാൽ പച്ച കളർ പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ കുറച്ച് റെഡ് എടുക്കുക. റെഡ് എൻ്റെ കയ്യിൽ കുറച്ചുള്ളൂ കേട്ടോ. റെഡ് എടുക്കുക, പിന്നെ ഈ വൈറ്റ് എടുക്കുക. എന്നിട്ട് പരത്തണം. എന്നിട്ട് ഈ റൗണ്ട് ഒന്ന് വെച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഞാൻ ഉണ്ടാക്കിയ കളറില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ കളറ് വെച്ച് ഇങ്ങനെ കൊടുക്കണം. പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് കണ്ട ജെൽ പെന്ന് എടുക്കണം. ബ്ലൂ 2 ഇങ്ക് 2 ജെൽ പെൻ എന്ന് പറഞ്ഞാൽ 3 കളർ 3 ഉണ്ടല്ല. ഒരെണ്ണം ബ്ലാക്ക്, 2 ബ്ലൂ. ഈ 3 കളറും ഒരെണ്ണം മാത്രമാണ് വേറെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മള് ഈ ബ്ലാക്ക് ആദ്യം തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ കുത്തോലെ ഇങ്ങനെ ജെൽ പെൻ എടുക്കണം കേട്ടോ. എന്തായാലും നമ്മള് ജെൽ പെന്ന് ഇങ്ങനെ ഇട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് കുത്തുള്ളതിൽ ഇങ്ങനെ അങ്ങോട്ട് കുത്തുണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. ഞാൻ കുത്തുണ്ടാക്കാൻ മറന്നു കിട്ടും സത്യം പറഞ്ഞ. ഇത് ഞാൻ കോപ്പി അടിച്ചുണ്ടാക്കിയതല്ല, എൻ്റെ മനസ്സിൽ അത് വന്നു. കണ്ട ഇപ്പൊ ഇവിടെ ഒട്ടിപ്പിടിക്കൂല കേട്ടോ. അത് മാത്രമല്ല കേട്ടാ, ഈ പാകം ഇവിടെ കിടപ്പുണ്ട് കേട്ടാ. ഈ പാകം വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ ഈ പാകം അത് കുറച്ച് ഇളകിപ്പോയി. ഈ പാകം ഇളകിപ്പോയിട്ട് നമ്മുടെ അടിയില് ഈ ഭാഗം അപ്പോഴാണ് ഇങ്ങനെ അടിയിലൊട്ടിപ്പിടിക്കുന്നത്. അത് മാത്രമല്ല നല്ല സൃഷ്ടി എടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഇങ്ങനെ പിടിക്കുക, അങ്ങനെ വലിച്ചാൽ അപ്പൊ തന്നെ ക്ലിയർ എടുക്കണം. അത് മാത്രമല്ല നമ്മൾ പറയാറുണ്ട് കേട്ടാ, ഇത് ഇങ്ങനെ 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 കുത്തി കൊടുക്കണ്ട കേട്ടോ. നമ്മള് പകുതി ഇതും വെച്ച് കുത്തണം കേട്ടോ. ഈ ബ്ലാക്ക് വെച്ച് കുത്തണം. പിന്നെ ബ്ലൂ എടുക്കാം. നടുക്ക് ബ്ലൂ വേണം. കണ്ട പച്ചയിലൊക്കെ ബ്ലൂ ആകുമ്പോൾ ഒരു ഫീലിങ്സ് വരണ്ട. നമ്മൾ ഈ ബ്ലൂവും ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബ്ലൂ എടുക്കണ്ട കേട്ടോ. പിന്നെ നമ്മള് ചെറിയൊരു കാര്യം ചെയ്താൽ മതി. ബ്ലൂ വെച്ച് ഇങ്ങനെ ഒന്ന് നടുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി.
പിന്നെ ഫ്ലേവറില് ഇങ്ങനെ ഒരു തൊട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇത് ഇത്ര ഉള്ളു കേട്ടോ. ഇതും വെച്ച് ഇത് ഉണ്ടാക്കാൻ പറ്റും. അത് മാത്രമല്ല ഇതിലൊരു പേപ്പർ ഉണ്ടായിരുന്നില്ലേ, ഈ പേപ്പറായിരുന്നു ഇതിലുണ്ടായിരുന്നല്ലേ, അതാണ് ഈ താഴത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ക്ലേയിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് അത് അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണേ. അത് മാത്രമല്ല ഇത് ഇഷ്ടമായവർ ഒന്ന് കമൻ്റ് അടിക്കണം കേട്ടോ. ഇഷ്ടമായവർ ലൈക്കും ചെയ്യണേ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ചിലപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് 6 ഇരിപ്പുണ്ട്. അത് മാത്രമല്ല ഈ ജൽപ്പൻ ബ്ലൂ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. 2 ഉള്ളൂ. ബ്ലാക്ക് വേണ്ടവർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമായവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.